ഞാൻ ക്യാമറ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അവന് അല്ലെങ്കിൽ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതായത് നിന്നെ ഇഷ്ടമാണ്, നീ എന്ന് വെച്ചാൽ ജീവനാണെന്ന് നിനക്ക് ഉറപ്പാണ്, ലൈക്ക് 100% ഉറപ്പാണ്. അത് പറഞ്ഞിട്ടുകൂടെ നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ അയക്കുന്ന മെസ്സേജിനോ അല്ലെങ്കിൽ നീ ലൈക്ക് അവൾക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവനെന്തെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ അതിന് നീ ആഗ്രഹിക്കുന്ന പോലത്തെ റെസ്പോൺസോ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലുണ്ടായ പോലത്തെ ഒരു റെസ്പോൺസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതല്ല അവസ്ഥ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനല്ലെങ്കിൽ അവൾക്ക് നിന്നെ ഓൾറെഡി വിൻ ചെയ്തു, അല്ലെങ്കിൽ നിന്നെ മൊത്തത്തിൽ അവനല്ലെങ്കിൽ അവൾക്ക് കിട്ടി എന്നുള്ളൊരു ഫീൽ വന്നേ പിന്നെയാണ് അവനല്ലെങ്കിൽ അവൾ ആ ഒരു രീതിയിൽ നിന്നോട് പെരുമാറണം. അതായത് ലൈക്ക് ഒരു വില തരാത്ത പോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നത്. ഇറ്റ്സ് ഒബ്വിയസ്, നീയോ ചിന്തിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് തിങ്, യു ആർ ഓൾവേസ് ഇനിഷ്യേറ്റിംഗ്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ മിക്ക ആൾക്കാരും വരുന്നത് അവരുടെ മിക്ക കേസിലും അവരാണ് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ ആയിക്കോട്ടെ, ഒരു കോൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരാണ് എപ്പോഴും അങ്ങോട്ട് പോയി ഇനിഷ്യേറ്റ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ കിട്ടാൻ നോക്കുക, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ ആങ്കൊച്ചിൻ്റെ അറ്റൻഷൻ അവരാണ് എപ്പോഴും പിടിച്ച് വാങ്ങാൻ നോക്കണേ. തേർഡ് തിങ്, ഇത് എക്സ്ട്രീംലി മാനിപ്പുലേറ്റീവ് ആണ്, പക്ഷേ ഇത് മിക്ക ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് എന്തൊരു പേഷ്യൻസ് ഉണ്ട്, നിങ്ങൾ എന്തോരം നാളങ്ങനെ പുറകെ നടക്കും എന്നറിയാൻ ഉള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. അതിനും ചാൻസ് ഉണ്ട്. ഞാനീ പറഞ്ഞ ഒരാൾക്ക് റിലേറ്റബിളായിട്ട് തോന്നിയോണ്ടാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെപ്പോലെ തന്നെ റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ട്, നിങ്ങൾ മാത്രമല്ല. അതുപോലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഉള്ളവർക്കെല്ലാവർക്കും ഞാൻ പ്രോപ്പറായിട്ടൊരു ആൻസർ പറഞ്ഞ് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ലൈഫ് അല്ലെങ്കിൽ അവർ ലൈക്ക് വളയ്ക്കാൻ നോക്കുന്നൊരു പെങ്കൊച്ചിൻ്റെ കാര്യമാണെങ്കിലും ആങ്കൊച്ചിൻ്റെ കാര്യമാണെങ്കിലും ആ ഒരു ഡൈനാമിക്, ആ ഒരു ലൈഫ് തന്നെ മാറിയ കുറേ ആൾക്കാരുണ്ട്. ഐദർ യു ക്യാൻ കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ്. ഇത് കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പഠിക്കാൻ പറ്റും. പക്ഷേ പേഴ്സണലായിട്ട് നിങ്ങളുടെ പ്രശ്നം കേട്ട് അഡ്വൈസ് തരാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡ്വൈസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ എൻ്റെ DM വരിക, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സ്റ്റോറി എടുത്തിട്ട് ജസ്റ്റ് പ്രൈസ് എന്ന് റിപ്ലൈ ചെയ്താൽ ഓക്കെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെങ്കിലും അത് സോൾവ് ചെയ്യേണ്ട നമ്മളൊരു കോൾ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ കോൾ കട്ട് ചെയ്യില്ല, അതെൻ്റെ വാക്കാം. സോ റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിയറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൾ വിത്ത് മീ. ഒന്നല്ലെങ്കിൽ DM ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോറിക്ക് പ്രൈസിന് റിപ്ലൈ ഇട്ടാൽ മതി. സോ അടുത്തിട്ട് കാണാം.